ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല വീഡിയോകൾ ചെയ്തപ്പോൾ പ്രത്യേകിച്ച് എടത്തുവാ പള്ളിയെക്കുറിച്ചും അതല്ലെങ്കിൽ കൊരട്ടി എന്ന് പറയുന്ന ആ ഒരു ചർച്ചിനെക്കുറിച്ചും തങ്കിപ്പള്ളിയെക്കുറിച്ചും ഇങ്ങനെ പലവിധ ചർച്ചകളെക്കുറിച്ചും നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ ചില സംശയങ്ങൾ പലർക്കും ഉണ്ടായതായിട്ട് അറിയാൻ കഴിഞ്ഞു. അതിങ്ങനെയായിരുന്നു, അപ്പോൾ ഒരു ചർച്ച്, ഒരു ദേവാലയം, ദൈവത്തിൻ്റെ ആലയം, ഇതിന് പ്രാധാന്യമില്ലേ? നിങ്ങളിതിന് എതിരാണോ? ദേവാലയങ്ങൾക്കെല്ലാം നിങ്ങൾ എതിരാണോ എന്നൊരു ചോദ്യം ഉയരുകയുണ്ടായി. എനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോകൾ കണ്ടിട്ട് നമുക്ക് എതിരെ സംസാരിച്ചിരിക്കുന്ന ജിൻഡോ സഹോദരൻ, അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഡെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചിനും അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നില്ല, അങ്ങനെ ചർച്ചുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയും അദ്ദേഹത്തിന് ഇല്ല എന്ന രീതിയിൽ ഒരു കാര്യം അദ്ദേഹവും പറഞ്ഞിരുന്നു. എന്താണ് വിശുദ്ധ ബൈബിൾ ചർച്ചുകളെ കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു വിഷയം. ക്രിസ്ത്യാനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ച് ഏതായിരിക്കാം? ഇന്ന് നമ്മൾ കാണുന്ന റോമിൽ കാണുന്ന ആ ഒരു വത്തിക്കാൻ സിറ്റിയുടെ അകത്തുള്ള ആ ദേവാലയമാണോ ക്രിസ്ത്യാനിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ദേവാലയം? അതല്ലെങ്കിൽ കേരളത്തിൽ കാണുന്ന വിവിധങ്ങളായ പല ദേവാലയങ്ങളുണ്ട്. പലർക്കും ഇപ്പോൾ ചങ്ങനാശ്ശേരി രൂപതയിൽ വലിയ പള്ളികളുണ്ട്, എറണാകുളം രൂപതയിൽ ബസിലിക്കകളുണ്ട്, അങ്ങനെ ഓരോ രൂപതകളിലും വലിയ വലിയ ദേവാലയങ്ങളുണ്ട്. ഇനി അതല്ല, കേരളത്തിലെല്ലാവരും പോകുന്ന തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി പള്ളിയാണോ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠം? ഇങ്ങനെ ഒരു ക്രിസ്ത്യാനി ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ ആലയം, ദേവാലയം ഏതാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം ദേവാലയം വളരെ ശ്രേഷ്ഠമായി അവർ കരുതുകയും ഇന്നും ആ ദേവാലയത്തെ പ്രതി ഒത്തിരി കണ്ണുനീരുകൾ അവർ ഒഴുക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ ഇസ്രായേൽ സന്ദർശനത്തിന് സമയത്ത് അവിടെ ഇന്ന് അവശേഷിക്കുന്ന ആകെയുള്ള ആ വിലാപ മതിൽ എന്ന് പറയുന്ന ജെറുസലേം ദേവാലയത്തിൻ്റെ പുറത്തുള്ള എക്സ്റ്റേണൽ മതിൽ, അതിൻ്റെ ഫ്രണ്ടിൽ ഓരോ യഹൂദനും വന്ന് തലയടിച്ച് കരയുന്ന തങ്ങളുടെ ആലയത്തെക്കുറിച്ച്, തങ്ങളുടെ പൂർവികനായ ദാവീദിൻ്റെ സോളമൻ്റെ കാലത്തൊക്കെ പണിത ആലയത്തെക്കുറിച്ച് അവർ വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. അപ്പോൾ ആ ജെറുസലേം ദേവാലയമാണോ ക്രിസ്ത്യാനിയുടെ ശ്രേഷ്ഠമായ ആലയം? ജെറുസലേം ദേവാലയം പണിതാൽ ക്രിസ്ത്യാനിയുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ദൈവം ദാവീദിനോട് പറയുന്ന ചില കാര്യങ്ങൾ, ദാവീദ് അനേകമായി ആഗ്രഹിച്ചു തൻ്റെ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണമെന്ന്. അതാണ് 2 സാമുവേൽ അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 5 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നത് മുതൽ ഇന്നുവരെ ഞാൻ ഒരു ആലയത്തിലും വസിച്ചിട്ടില്ല. കൂടാരത്തിൽ വസിച്ചുകൊണ്ട് ഞാനും സഞ്ചരിക്കുകയായിരുന്നു. ഇസ്രായേൽക്കാരോട് കൂടെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് എവിടെ വെച്ചെങ്കിലും എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ ഞാൻ നിയമിച്ച നേതാക്കന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരു കൊണ്ട് ഒരു ആലയം പണിയാത്തത് എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ദൈവം തന്നെ ഇവിടെ ദാവീദ് ഒരു ആലയം പണിയണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നാഥാൻ പ്രവാചകനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ആലയത്തിൽ ഞാൻ വസിക്കുമോ? ഞാൻ നിങ്ങളുടെ കൂടെ സമാഗമന കൂടാരത്തിൽ ഞാൻ കൂടെ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയല്ലേ? ദൈവം ആഗ്രഹിക്കുന്നത് ദൈവജനത്തിൻ്റെ കൂടെ ആയിരിക്കാനാണ്. അതല്ലാതെ ഒരു ആലയത്തിൽ കഴിഞ്ഞ് ദൈവത്തെ തേടി അങ്ങോട്ട് ചെന്ന ഒരു ആലയത്തിൽ പോയി, ഓ ഇവിടെയാണ് ദൈവം ഇരിക്കുന്നത്, വേളാങ്കണ്ണി പള്ളിയിലാണ് ദൈവം ഉള്ളത് എന്ന രീതിയിൽ ആ ആലയത്തിലേക്ക് കടന്നു വരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പകരം ദൈവം ജനത്തിൻ്റെ കൂടെ, ദൈവജനത്തിൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് 1 ദിനവൃത്താന്തം അതിൻ്റെ 17-ാം അധ്യായം 5 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേലിനെ നയിക്കാൻ തുടങ്ങിയത് മുതൽ ഇന്നുവരെ ഞാൻ ആലയത്തിൽ വസിച്ചിട്ടില്ല. കൂടാരത്തിൽ നിന്നും കൂടാരത്തിലേക്ക്, ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഞാൻ സഞ്ചരിച്ചു. ഇസ്രായേലിനോടുകൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ ജനത്തെ മേയിക്കാൻ നിയോഗിച്ച ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും എനിക്ക് ദേവദാരു കൊണ്ടൊരു ആലയം പണിയാത്തത് എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ദൈവം വളരെ സ്പഷ്ടമായി ചോദിക്കുക, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. സമാഗമന കൂടാരത്തിൽ നിന്നും അടുത്ത കൂടാരത്തിലേക്ക് നിങ്ങൾ പുതിയ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ വസിക്കാൻ, നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ ഓടിയിറക്കുക, ഓ ഇവിടെയാണ് കറക്റ്റ്. എവിടെയെങ്കിലും കേരളത്തിൻ്റെ അങ്ങേ മൂലയ്ക്ക് എവിടെയെങ്കിലും ദൈവസാന്നിധ്യമുണ്ട്, ഓ ആ ആലയത്തിൽ ഭയങ്കരമായ അത്ഭുതം കണ്ടു, എല്ലാം കൂടി കുറ്റിയും പറിച്ച് വണ്ടിയും വിളിച്ച് വള്ളവും വിളിച്ച് അങ്ങോട്ട് ഓടുക. അപ്പോഴാണ് കേൾക്കുന്ന കാസർഗോഡ് അങ്ങ് വേറൊരു സ്ഥലത്ത്, ഓ ഭയങ്കരമായ ഒരു ദൈവസാന്നിധ്യം.
പണ്ട് കാലത്ത് എല്ലാവരും ആലപ്പുഴയിൽ IMS എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രത്തിലേക്കായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അവിടെയായിരുന്നു ദൈവം ഉണ്ടായിരുന്നത്. ഒരു കാലത്ത് ആ IMSലിരിക്കുന്ന മാതാവിനായിരുന്നു ഭയങ്കര പവർ. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ IMSലെ മാതാവിന് പവർ കുറഞ്ഞു. ഇപ്പം IMSലെ മാതാവ് വെറുതെ ഇരിക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ അമ്മ മാതാവല്ല, കച്ചവടക്കാരുണ്ടാക്കിയ ഒരു മാതാവുണ്ട്. അതായത് മാതാവെന്ന് പേരിട്ട് വിളിക്കുന്ന കച്ചവട റിലീജിയസ് ഫെയ്ത്ത് ഉണ്ടാക്കിയ ഒരു മാതാവുണ്ട്. ആ മാതാവിന് IMSലെ മാതാവിന് ഇപ്പം സെയിൽ കുറവാണ്. പക്ഷേ കച്ചവടമുള്ള പുതിയൊരു മാതാവിന് നമ്മൾ പ്രതിനിർമ്മിച്ചു. അതാണ് നമ്മുടെ കൃപാസനം ചാര അമ്മച്ചി. ഈ ചാര വിഗ്രഹത്തിൻ്റെ പിന്നാലെയാണ് ഇപ്പം എല്ലാം ഓടുന്നത്. ഓരോ ദിവസങ്ങളിലും 100 കണക്കിന് വണ്ടികൾ. എന്നവിടെ ഒരു ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ പാർക്കിംഗ് ഫീ കൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെ ആളുകൾ മുഴുവൻ അങ്ങോട്ട് ഓടുക. അത് കുറച്ച് കാലത്തേക്കുള്ളൂ, ഒരു 4-5 വർഷം. അതിൻ്റെ അവസാനം കഴിയും. അത് അവസാനിക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് വേറൊരെണ്ണം കെട്ടിപ്പോക്കും. ഇങ്ങനെ ക്രിസ്ത്യാനി ഓടി നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി നമ്മുടെ ഓട്ടം ഒരു കാലത്തും തീരത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കാനും ഞാൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കാനും ആഗ്രഹിച്ച ദൈവമാണെന്ന കർത്താവ് പറയുന്നത്. ഇതാ ദാവീദ് ദൈവത്തിനൊരു ആലയം പണിയാൻ ആഗ്രഹിച്ചു. കർത്താവ് പറഞ്ഞു, ദാവീദ് നീ പണിയണ്ട, നിന്റെ കരം രക്തമംഗലമോ, എന്നാൽ നിന്റെ ആഗ്രഹപ്രകാരം ഞാൻ സോളമനെ കൊണ്ടൊരു ആലയം പണിയിപ്പിക്കും. പഴയ നിയമത്തിൽ സോളമൻ ഒരു വലിയൊരു ആലയം പണിയുകയും ദൈവസന്നിധിയിൽ ആ ആലയത്തെ സമർപ്പിക്കുകയും സമാഗമന കൂടാരം ആ ആലയത്തിൽ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു കഴിഞ്ഞിട്ട് സോളമൻ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് 1 രാജാക്കന്മാർ അതിന്റെ 8-ാം അധ്യായം അതിന്റെ 27 മുതൽ വായിച്ചാൽ, എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ? അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം. എന്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ. അങ്ങയുടെ ദാസൻ ഇന്ന് തിരുമുൻപിൽ സമർപ്പിക്കുന്ന അർത്ഥനകളും നിലവിളിയും കേൾക്കണമേ. സോളമൻ തന്നെ മനോഹരമായ ഒരു ആലയം പണിത്. ഈ ആലയം പണിതതിന് ശേഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, സ്വർഗവും സ്വർഗാദി സ്വർഗത്തിലും അതിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ദൈവമേ, ഞാനൊരു ചെറിയ ആലയം പണിതു എന്ന് കരുതി നിനക്ക് ഇതിനകത്ത് വസിക്കാൻ സാധിക്കുമോ? കാരണം എൻ്റെ ദൈവം സർവാധിപനാണ്. അവൻ സ്വർഗാദി സ്വർഗത്തിനും അധിപനായതുകൊണ്ട് അവൻ ഈ കൊച്ചാലയത്തിൽ വസിക്കുക അസാധ്യമാണ്. ഇത് തിരിച്ചറിഞ്ഞവനാണ് സോളമൻ. ജ്ഞാനിയായ സോളമനും ദാവീദിനും പഴയ നിയമ പ്രവാചകന്മാർക്കും ഈ ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന പുതിയ നിയമവിശ്വാസിക്ക് ഇപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് യാതൊരുവിധ ബോധവുമില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഓടി നടക്കുന്നത്. ഇനി കൊരട്ടിപ്പള്ളിയിലെ മാതാവും കൊരട്ടിപ്പള്ളിയിലെ യേശുവും ഭയങ്കര പവറിലാണ്. അതുകൊണ്ട് അവിടെ പോയി നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. കുറച്ചു കാലം കഴിയുമ്പോൾ തോന്നുന്നു, അല്ല വേളാങ്കണ്ണി പള്ളി കുറച്ചും കൂടി പവർഫുള്ളാണ്. അപ്പം നമ്മളിങ്ങനെ ഓടി ഓടി ഈ ജീവിതം മുഴുവൻ, കർത്താവ് പറഞ്ഞതുപോലെ, നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടും, ഇങ്ങനെ ഓടിയോട്ട് നിങ്ങൾ തീരത്തില്ല എന്ന് കർത്താവ് പറഞ്ഞ പ്രവചനം പോലെ ക്രിസ്ത്യാനി ഇന്ന് ഓട്ടത്തോടോട്ടമാണ്. ഒരു കാലത്തും അവൻ്റെ ഓട്ടം തീരത്തില്ല, അവൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവം പറഞ്ഞത് എന്താ? ഈ ആലയത്തെക്കുറിച്ച് ദൈവം പറഞ്ഞത്, അവന് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ഒരു ആലയത്തിൽ, നമ്മൾ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവ സാന്നിധ്യം ഇതാ സോളമൻ പണി കഴിച്ച ആലയത്തിൽ പോലും നിലനിന്നില്ല. ജനം തിന്മ ചെയ്തു, തെറ്റ് ചെയ്തു, ദൈവത്തിന്റെ സാന്നിധ്യം ആലയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആലയത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങി നഷ്ടപ്പെട്ടു പോയതായിട്ട് ഇതാ എസെക്കിയേൽ പ്രവാചകൻ കാണുന്നത് വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുക. യെരമ്യാ പ്രവാചകൻ ഇതേ ആലയത്തെക്കുറിച്ച് പ്രവചിക്കുന്നത് പോലെ ഇന്നത്തെ അവസ്ഥ. ഓരോ നേർച്ച കാഴ്ചകളിലൂടെ, ഓരോ അന്യ ആരാധന രീതികളിലൂടെ ഇന്നത്തെ ക്രിസ്ത്യാനി കൊള്ളയടിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ. ആ ആലയത്തെ കണ്ടുകൊണ്ട്, ജെറുസലേം ദേവാലയത്തിൽ ഇങ്ങനെ ജനത്തെ വഴിതെറ്റിച്ച നേതാക്കന്മാരെ കണ്ടുകൊണ്ട് യെരമ്യാ പ്രവാചകൻ അതിന്റെ 7-ാം അധ്യായത്തിൽ, നീ ആ ദേവാലയത്തിന്റെ ഉമ്മറത്ത് പോയി നിന്ന് ഇങ്ങനെ പ്രവചിക്കണമെന്ന് യെരമ്യായോട് പറഞ്ഞത് 7:4 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ ആലയം, കർത്താവിന്റെ ആലയം, കർത്താവിന്റെ ആലയം എന്ന പൊള്ള വാക്കുകളിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ, അയൽക്കാരനോട് യഥാർത്ഥമായി നീതി പുലർത്തിയാൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെ, ഇവിടെ നിഷ്കളങ്ക രക്തം ചിന്താതെയും ഇരുന്നാൽ, നിങ്ങളെ തന്നെ നാശത്തിന് അന്യദേവന്മാരുടെ പുറകെ പോകാതിരുന്നാൽ, ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ഈ ദേശത്ത് എന്നേക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. നിങ്ങളുടെ കഷ്ടത മാറണമെങ്കിൽ, നിങ്ങളുടെ ദുരിതം മാറണമെങ്കിൽ, നിങ്ങളുടെ പ്രതിസന്ധി മാറണമെങ്കിൽ ഈ ആലയം 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 എന്ന് പറഞ്ഞ് നിലവിളിക്കുകയല്ല ചെയ്യേണ്ടത്. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ ഹൃദയമാണ് നുറുങ്ങേണ്ടത്. മറ്റുള്ളവനെ ചതിക്കുന്ന, അവനെ വഞ്ചിക്കുന്ന പ്രവൃത്തികളാണ് നിങ്ങൾ മാറ്റേണ്ടത്.
ദേവാലയത്തിലേക്ക് നിങ്ങൾ ഓടി നടക്കുകയല്ല ചെയ്യേണ്ടത്. പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെ, അന്യദേവന്മാരുടെ പിന്നാലെ പോകാതെ, നിങ്ങൾക്കറിയാത്ത വിഗ്രഹങ്ങളുടെ പിന്നാലെ സേവ ചെയ്യാൻ പോകാതെ സത്യദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കുമെന്നാണ് ജെറമ്യ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കിന്നും ഓട്ടം തീർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. സോളമൻ പണിത അതേ ആലയം 3 പ്രാവശ്യം തകർക്കപ്പെട്ടു. ഇന്ന് അതിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തവണ്ണം അത് പൂർണ്ണമായി തകർക്കപ്പെട്ട ഒരു മതിൽ മാത്രമായിട്ട് ഇന്ന് അവശേഷിക്കുക. എന്നാലും നമ്മളിങ്ങനെ പുതിയ പുതിയ ആലയങ്ങൾ പണിതുകൂട്ടി, പുതിയ പുതിയ സിമന്റ് കെട്ടിടങ്ങൾ പണിതുകൂട്ടി, അത് കോടിക്കണക്കിന്, എടപ്പള്ളി പള്ളി 8 കോടിയോ അത്രയും അധികം ചെലവഴിച്ച്, ഇനിയും എത്ര കോടി പിരിച്ച്, എത്ര ജനങ്ങളെ പിഴിഞ്ഞ്, എത്ര വിധവകളുടെ കുത്തിരി പിടിച്ച് എങ്ങനെയൊക്കെ പുതിയ പുതിയ ആലയങ്ങൾ പണിയാൻ കഴിയുമോ, ദണ്ഡവിമോചനം നടത്തി, പാപമോചന ചീട്ട് നൽകി വലിയ വലിയ ആലയങ്ങൾ ഇനിയും നമുക്ക് പണിയാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താനായിട്ടാണ് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി മത്തായി സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 34-35 വാക്യങ്ങൾ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകേ അരുത്. സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടും അരുത്, അത് അവിടുത്തെ പാദപീഠമാണ്. ജെറുസലേമിനെ കൊണ്ടും അരുത്, അത് മഹാരാജാവിന്റെ നഗരമാണ്. ഇവിടെ ക്രിസ്തു യേശു പറയുന്നൊരു വ്യക്തമായൊരു കാര്യം, നിങ്ങൾ എനിക്ക് മരം കൊണ്ടോ കല്ലുകൊണ്ടോ സ്വർണം കൊണ്ടോ എത്ര ശ്രേഷ്ഠമായ ആലയം പണിതാലും അതല്ല ഞാൻ വസിക്കുന്നത്. പകരം സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം എന്ന് പറഞ്ഞവനെ നാം അറിയുന്നു. യേശു തന്നെ പറയുകയാണ്, സ്വർഗത്തെ കൊണ്ട് നിങ്ങൾ ആണയിടരുത്, കാരണം സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ട് നിങ്ങൾ ആണയിടരുത്, കാരണം ഭൂമി എന്റെ പാദപീഠമാണെന്ന് യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുക. പക്ഷെ നമ്മൾ ഇന്നും അലഞ്ഞു നടക്കുക, ഏത് ആലയത്തിലാണ് ശക്തിയുള്ളത്, ഏതാലയത്തിലാണ് കൂടുതൽ പവർ ഉള്ളത് എന്ന ചിന്തയിൽ നമ്മളിങ്ങനെ ഓടി നടക്കുക. നമ്മുടെ ഓട്ടം തീരത്തില്ലെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് കർത്താവ് വ്യക്തമായിട്ട് ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചു, കർത്താവെ, എത്ര മനോഹരമായിട്ടാണ് ഈ ദേവാലയം പണിയപ്പെട്ടിരിക്കുന്നത്, എത്ര ശ്രേഷ്ഠമായിട്ടാണ് ഈ ആലയം പണിയപ്പെട്ടിരിക്കുന്നത്, വളരെ നല്ലതല്ലേ, വലിയ കല്ലുകൾ കൊണ്ട് മനോഹരമായി ഈ ആലയം നീ കാണുന്നില്ലേ എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു വളരെ ലാഘവത്തോട് തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് നശിപ്പിക്കപ്പെടുന്ന സമയം വരുന്നു. കാരണം ക്രിസ്ത്യാനിറ്റി ഒരു കല്ലിന്മേലല്ല, ഒരു ചർച്ചിന്മേലല്ല, ഒരു സിമന്റ് കൂടാരത്തിന് മേലല്ല സ്ഥാപിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്തിന്റെ സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുക. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ, ഒരു കസേരയിൽ ഒരു രാജാവിനെ പോലെ ഒരാളെ ഇരുത്തി ഒരു പരമാധികാരിയായി നിർത്തി ആ അധികാരത്തിന്റെ കീഴിൽ കുറെ ആളുകളെ വെച്ചിട്ടല്ല കർത്താവ് ഈ സഭയെ പണിതിരിക്കുന്നത്. ഇൻവിസിബിൾ ആയിട്ടുള്ള എൻ്റെ രാജ്യം ഐഹികമാണെന്ന് കർത്താവ് ഈശോ പറഞ്ഞതുപോലെ തന്നെ സിമന്റ് കൂടാരങ്ങളല്ല ഞാൻ പണിതു വച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിൽ നിന്നെ ദൈവസഭയോട് ചേർക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവവചനം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അവനോടുകൂടെ ചേർന്ന് നമുക്കിരിക്കാം. കാരണം അത് കർത്താവായ യേശു തന്നെയാണ് നമ്മളിത് പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, പുതിയ നിയമസഭയ്ക്ക് ഒരാലയമുണ്ടോ, ആ ആലയം ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു ചർച്ചയ്ക്ക് നമുക്ക് നാളെ തയ്യാറാകാം. നാളത്തെ വീഡിയോയിലൂടെ പുതിയ നിയമസഭയുടെ ആലയം ഏതാണ്, ഏത് ശ്രേഷ്ഠമായ ദേവാലയമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതുവരെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവാനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.